ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലെ ഡേ 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ബൈക്ക് നാട്ടിലേക്ക് പാർസൽ അയക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ അവരോട് ചോദിച്ചു. അവിടെ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ബില്ല് കിട്ടുള്ളൂ, വണ്ടി പാർസൽ അയക്കുന്നതിൻ്റെ ബില്ല്. ആ ബില്ല് അടച്ചാൽ അതിൻ്റെ സ്ലിപ്പ് കയറുള്ളൂ. ആ സ്ലിപ്പും കൊണ്ട് പോയാൽ നമ്മുടെ വണ്ടി അവിടെ പാർസൽ ചെയ്യുള്ളൂ. ഒരു 19 ബൈക്ക് അവിടെ പാർസൽ ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 44-ാം നമ്പറാണ് ടോക്കൺ. അങ്ങനെ ബൈക്ക് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവർ നമ്മുടെ പെട്രോൾ ടാങ്ക് ഫുള്ള് വറ്റിക്കും. പെട്രോൾ മൊത്തം വറ്റിക്കും. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ടാങ്കിലെ പെട്രോൾ ഫുള്ള് പൈപ്പിട്ട് അവർ വറ്റിച്ചിട്ടും വേറൊരു കമ്പിയുമേ തുണി ചുറ്റിട്ട് ഫുള്ള് കുത്തും ടാങ്കിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് അവർ ഫുള്ള് കട്ട് ഓഫ് അടിച്ച് ടാങ്ക് വറ്റിച്ചിട്ടാണ് പാക്കിങ് സ്റ്റാർട്ടാക്കുക. ഞങ്ങൾ വീഡിയോ എടുക്കണോണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ബൈക്ക് മാത്രം അടിപൊളിയായിട്ട് അവർ പാക്ക് ചെയ്തു. എക്സ്ട്രാ കവറും കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ബൈക്ക് മാത്രം പാക്ക് ചെയ്തത്, ഞങ്ങൾ വീഡിയോ എടുക്കണ കാരണം മാത്രം. അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ പാക്കിങ് കഴിഞ്ഞ് നമ്മൾ അവരെ ഗോഡൗണിൽ കൊണ്ടുപോയിക്കാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് അടുത്ത പാർട്ടിൽ വരാം ഗൈസ്. ബായ്.